ഇനി ഞണ്ടിനെ ഫ്രൈ ചെയ്താൽ മതി. അടുപ്പുദ്ഘാടനം രാത്രി 8 മണിക്കാണ്. ഹായ്, 1, 2, 3 ബ്ലോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് പുഴയിലേക്കാണ്. പുതിയ സ്ഥലമാണ്. ഇന്ന് മീൻ പിടിക്കണം എന്നൊക്കെ ഓർത്തോണ്ട് പോകുന്നു. ഇന്ന് ചെന്നിട്ട് ടെൻ്റൊക്കെ ഒത്തിരി പണിയാനുണ്ട് അല്ലേ? സ്ഥലം ക്ലീൻ ചെയ്യണം, ടെൻറ്റ് പണിയണം, അത് കഴിഞ്ഞ് മീൻ പിടിക്കണം. ഇതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്നാ പറ്റിയ പുഴു തൂങ്ങി കാരണം പുഴുവേ മഴ വരുന്നുണ്ട്, വലിയ മഴ. മഴക്കാറുണ്ടല്ലേ? ഇത്രയും നേരം നല്ല വെയിലായിരുന്നു. മഴ പെയ്താൽ പെട്ടു. അവിടെ ചെന്ന് ടെന്റ് വെച്ചിട്ട് മഴ പെയ്യാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാ മഴയായിരുന്നല്ലേ? ഒറ്റ മഴ. ഇപ്പൊ ഭയങ്കര മഴ പെയ്തു. മഴ പെയ്തപ്പോ ഇവിടെ ഞങ്ങൾ ഒരു വീട്ടിൽ കയറി നിന്നിട്ട് ഇറങ്ങി പോകുന്ന ഭാഗമാണ്. ഭയങ്കര മഴ. റബ്ബർ തോട്ടങ്ങളാണ്, റബ്ബർ തോട്ടങ്ങൾ. അങ്ങനെ പുഴയുടെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അമ്മേ, എനിക്ക് വെയിറ്റ് കുറവുണ്ട്. നിനക്ക് എങ്ങനെയുണ്ട് വെയിറ്റ്? നല്ല വെയിറ്റ്. അയ്യോ, ഇതൊരു ഹിമാലയം പോലൊരു മലയല്ലേ എടി? അപ്പൊ ആ മലയുടെ മണ്ടയിലല്ലായിരുന്നു നമ്മൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ പാതാളം പോലെ താഴെ കിടക്കുമെന്ന്. അതെ, കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടുന്ന് ഇങ്ങോട്ട്. എന്റെ അമ്മോ, മൊത്തം ഹെയർപിൻ വളവുകളാ. അയ്യോ, അങ്ങനെ പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പുഴയുടെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ കണ്ടോ, അതേ മീൻപിടുത്തക്കാരിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. മീൻ കിട്ടുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ പുഴയുടെ തൊട്ടടുത്ത് വന്നപ്പോൾ കണ്ടതാണ്. ഇത് കണ്ടോ, ഇത് വെള്ളരിക്കയാണ്. വെള്ളരി എന്നും പറയും, ആകാശവെള്ളരി എന്നും പറയും. പാഷൻ ഫ്രൂട്ടാണ് അത്. നല്ല വലുപ്പമുള്ള ടൈപ്പ്. ഇത് ഇത്രയും കൂടെ വലുപ്പമാവും. ഇത് കറിയും വയ്ക്കാം, അല്ലാതെ പാഷൻ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഈറ്റ വെട്ടാൻ പോവാ, ഈറ്റ. അയ്യ, ഇതെവിടെ ടെൻറ്റ് വെക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. അതിപ്പോൾ ഇങ്ങോട്ട് മാറ്റി, ഏതാണ്ട് ഈ പറമ്പിൻ്റെ അകത്തേക്ക് മാറ്റി. വലിയ മഴ എങ്ങാനും രാത്രി പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാകരുതല്ലോ. ഇവിടെയാണെങ്കിൽ ചെറിയൊരു കയ്യാലയുണ്ട്, ഹൈറ്റ് പറഞ്ഞ്. ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. നമ്മുടെ ടെൻറ്റ് ദേ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തു പടുതക്കടിയിൽ.
ചെറിയ ചാറ്റൽ മഴയായിരുന്നു ഇത്ര നേരം. പിന്നെ അവിടുന്ന് ദേ ഇങ്ങനെ തിരിഞ്ഞാൽ നേരെ ഫ്രണ്ടിൽ പുഴയാണ്. ഇവിടുന്ന് നമുക്ക് മീൻ പിടിക്കാം. ഇതവിടെ 2 മീൻപിടുത്തക്കാർ നിൽപ്പുണ്ട് കേട്ടോ. അവർ മീൻ പിടിക്കുന്നുണ്ട്. കണ്ട ഞങ്ങളുടെ ടെൻറ്റ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ദേ അടുപ്പും റെഡി ആക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ അടുപ്പ് ഉണ്ടോ. പാത്രമൊന്നും ഇളകല്ല. സാധാരണ നമ്മൾ ഊടൊക്കെ വെച്ചാൽ അടുപ്പൊക്കെ ഒപ്പിക്കുന്നത്. ഇത്തവണ നല്ല അടിപൊളിയായിട്ട് ഒപ്പിച്ച്. പിന്നെ കുറച്ച് വിറക് ഇവിടെ ഉണ്ട്. കുറേ വിറക് ദേ കിടക്കുന്നു. ആ തോർത്തൊക്കെ ചുറ്റി വെച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. ഇനി ഞങ്ങൾ 2 പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പഴം കഴിക്കുന്നു ഉച്ചത്തേക്ക്. ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം ഇതാട്ടോ, പഴം. ടെന്റ് പണിതുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് മഴ പെയ്തു. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കും. അതാ പറ്റിപ്പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ സമയം കിട്ടും. വിറകുകൾ മല പോലെ ദേ വെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നിഷ ദേ അകത്തിരുന്ന് കുളിക്കാനുള്ള ഡ്രസ്സ് മാറാനുള്ള തുണികൾ എടുക്കുക കുളിച്ചിട്ട്. അപ്പോൾ ഇനി കുളിച്ചിട്ട് വന്നിട്ട് കാണാം. ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. പുഴ ഇങ്ങനെ ഒഴുകുന്നു. നമ്മുടെ ടെൻറ്റ് ദേ ഇരിക്കുന്നു. വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാലും കയറി വരികയില്ലാത്ത രീതിയിൽ ഞങ്ങൾ കയറ്റിയാണ് പണിത് വെച്ചേക്കുന്നത്. നല്ല പാറപ്പുറങ്ങളാണ് കേട്ടോ. നടന്ന് മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് നോക്കി പോവാം. ഇവിടെയൊക്കെ മീൻ കിട്ടുമെന്ന് തോന്നുന്നു. മീൻ കിട്ടുമോ എന്തോ. കമുകൊക്കെ നല്ല നിരനിരയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇവിടെ പാറയ്ക്കൊക്കെ ഭയങ്കര പ്രത്യേകതകളാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അടുക്കടുക്കായിട്ടിരിക്കുന്നു. നിഷ ദേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന കുക്കിങ്ങിനുള്ള പരിപാടി തുടങ്ങി. കപ്പ തൊലി പൊളിക്കുന്നു. ഇന്ന് കപ്പ പുഴുക്കാന്നല്ലേ? കപ്പ കുറേ നാളായി നമ്മൾ കപ്പ ഉണ്ടാക്കിയിട്ട്. പച്ചക്കപ്പ ചെണ്ടം പുഴുങ്ങി. പുറത്ത് നല്ല ഇരുട്ടായി. ഇനി പാചകം ഇതുവരെ ഒന്നും തുടങ്ങിയില്ല. ഇനി മീൻ പിടിച്ച് വന്നിട്ട് വേണം പാചകം ചെയ്യാൻ. ദേ വലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പോയിട്ട് നമുക്ക് കൊമ്പൻ സ്രാവിനെ പിടിച്ചോണ്ട് വരാം. കൊമ്പൻ സ്രാവിനെ കിട്ടിയില്ലെങ്കിൽ നത്തോലിനെ പിടിക്കാം. വലയൊന്ന് വീശി നോക്കാൻ പോവാണ്. നമ്മൾ വന്ന് തീറ്റ ഇട്ടിരുന്നു. നോക്കട്ടെ മീൻ കിട്ടുമെന്ന് നോക്കട്ടെ. കണ്ടോ നല്ല രസമുണ്ട് കറങ്ങണ കാണാൻ. നമ്മൾ ഫസ്റ്റ് വീശിയേ നല്ല ഒഴുക്ക. ഒറ്റ മീനില്ല. ഒരു സിലോപ്പി കിട്ടി. ഒരു സിലോപ്പി ഉണ്ട് കേട്ടോ. കണ്ടോ ചത്ത പോലെ കിടക്കുക. ഒരു സിലോപ്പിയും. മറ്റേ മീനിന്റെ പേരെന്നായിരുന്നു?
വലിയ മീൻ സിലോപ്പിയ കേട്ടോ. ഒന്നോടെ വീശി നമ്മൾ 2 കടവിലെ തീറ്റ ഇട്ടോളേ. ആദ്യത്തെ കടവിൽ നിന്ന് ഒരു സിലോപ്പിയും ഒരു ചെറിയ മീനും കിട്ടി. ഇവിടെ എന്നാ ഉള്ളത്, ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരണതാണേ. ഇത് മീനുള്ള കടവാണോന്നൊന്നും അറിയത്തില്ല. ഞണ്ട്, വലിയക്കാട്ട ഞണ്ട്. അതെ, അവിടെ ചില്ലാങ്കൂരി. ചെറിയ മീനുകൾ. ചെറിയ മീനുകൾ കുറേ കിട്ടിട്ടോ. രണ്ടാമത് വീശിയപ്പോ കിട്ടിയതാണ്. ആ, 2-3 ചില്ലാങ്കൂരി, സിലോപ്പി, 2 വലിയ ഞണ്ടും ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല മുഴുത്ത ഞണ്ടാണേ. ലാസ്റ്റ് വീശാണ് നമ്മുടെ. അത് നമ്മൾ വീശോടം തന്നെ. ഒഴുക്കാന്നേ, 2-3 പരലുണ്ട്. ഇവിടെ നിന്നായിരുന്നു നമുക്ക് സിലോപ്പി കിട്ടിയ. മീൻ തേക്കുക കേട്ടോ. കുറച്ച് മീനേ പിടിച്ചോളൂ. നമ്മൾ 2 കടവിലെ വീശോളേ. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് 2 കടവ് വീശി ഞങ്ങളിങ്ങ് പോന്നു. കുറച്ച് മീൻ കിട്ടി, അത് മതി കേട്ടോ നമുക്ക്. സിലോപ്പിയ അല്ലേ? സിലോപ്പിയാണേ. സിലോപ്പി ഇതാട്ടോ നമുക്കിന്ന് മൊത്തം കിട്ടിയ മീനാ. അങ്ങനെ വെട്ടി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞണ്ടിനെയും ക്ലീൻ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇവനെ കൊണ്ട് കുക്ക് ചെയ്യണം. വേറെ ഞണ്ട് കിട്ടുമെന്ന് നോക്കുകയും ചെയ്യണം. അടുപ്പുദ്ഘാടനം രാത്രി 8 മണിക്കാണ്. കുക്കിങ്ങിനുള്ള സമയം ഇനി അല്ലേ? കുക്കിംഗ്. നിഷ അങ്ങനെ ഊർജിതമായിട്ട് കുക്കിങ്ങിനുള്ള പരിപാടി തുടങ്ങി. അതെ, നനഞ്ഞ വിറകുകളാ. ഇന്ന് രാത്രി കപ്പയാണ്. കപ്പ നമ്മൾ ആദ്യം കഴുകി ക്ലീൻ ചെയ്ത കപ്പ. ദേ വന്ന വഴിക്ക് കിട്ടിയ റംബൂട്ടാനാണ്. 7 റംബൂട്ടാനുണ്ട്. അതും പഴുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. തിന്നു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. മധുരമുണ്ട്. ഞാൻ ഒരെണ്ണം പറിച്ചു നോക്കി, തിന്നു നോക്കിയിട്ടാ പറിച്ചത്. അതെയോ? പഴുത്തു ഉണ്ടോ, കയ്യെന്ന് വിട്ടു വരുന്നുണ്ട്. നല്ല കിടിലം മഴ. മഴയത്തിരുന്ന കുക്കിങ്ങും ഒക്കെ. കപ്പ എങ്ങനെ റെഡി, നല്ല അടിപൊളിയായിട്ട് വന്നു. ആവി പറക്കുന്ന കപ്പ. പുറത്ത് നല്ല കിടിലം മഴയും. പടക്കം പൊട്ടുന്ന പോലെ മഴത്തുള്ളി വന്ന് വീണേ. പുഴമീൻ ദേ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്ത്.
ഇനി ഞണ്ടിനെ ഫ്രൈ ചെയ്താൽ മതി. ഇതേ അടുത്ത ഐറ്റം, ഞണ്ടിനെ ഫ്രൈ ആക്കാൻ വേണ്ടി ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ഞണ്ടിനെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. ഇത് മീറ്റ് മസാലയും ശകലം മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള തട്ടിക്കൂട്ട് മസാല ഇട്ടാണ് കൈകാര്യം ചെയ്തത്. നമ്മൾ ഞണ്ട് വേവിച്ചതേ ഇച്ചിരി ആദ്യം വേവിച്ചു. അത് എണ്ണ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയാണേ. അപ്പോൾ ഇച്ചിരി അല്ലെങ്കിൽ അത്രേ എണ്ണ ഉപയോഗിച്ച് വറുക്കേണ്ടി വരില്ലേ, അതുകൊണ്ട് തന്നെ എണ്ണ ലാഭിക്കാൻ വേണ്ടി ഇച്ചിരി വേവിച്ചിട്ട് വറുത്തതാണ്. കപ്പയ്ക്ക് കഴിക്കാനുള്ള കാന്താരി ഉള്ളിയും കൂടെ ചതച്ചെടുക്കുക. പുഴയിൽ കിടന്ന കല്ല, അത് ചുവന്നുകൊണ്ട് വെച്ചത് വലിയ ഗുണം കിട്ടി. ചതയ്ക്കാൻ ഓരോ ദിവസവും മുളക് ചതയ്ക്കാൻ ഓരോ ആയുധങ്ങളാണ്. ഇന്നത്തെ ഞങ്ങളുടെ നൈറ്റ് ഭക്ഷണം ഞണ്ട് ഫ്രൈ, മീൻ ഫ്രൈ, ചെറിയൊരു ചമ്മന്തി, കാന്താരി ചമ്മന്തി, ചെണ്ടൻ കപ്പ. അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ അത്താഴം കഴിക്കാൻ പോവാണേ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ആദ്യം മുളക്, കാന്താരി, കുഴപ്പമില്ല. കാന്താരിക്ക് ഒരു സ്വല്പം എരിവ് കുറവുണ്ട് അല്ലേ? ഇഞ്ചി കാന്താരിയാണോ? പിന്നെ മീനൊരെണ്ണം പിടിച്ച് നോക്കട്ടെ. പുഴമീൻ്റെ ടേസ്റ്റ് അത് എപ്പോഴും വേറെ ലെവലാണ്. കണ്ടോ, എല്ലാ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കുടിക്കും കേട്ടോ. നല്ല അടിപൊളിയല്ലേ? ഇനി ഞണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇടിലും ടേസ്റ്റാ കേട്ടോ ഞണ്ടും. അങ്ങനെയുണ്ട്. ഞാൻ ഉണ്ടാക്കണ എല്ലാ സാധനവും എനിക്ക് ഇഷ്ടമാണ്. കൊള്ളില്ലേലും ഞാൻ കഴിക്കും. അപ്പൊ നല്ലപോലെ വന്നല്ലേ, പെട്ടെന്ന് പോലും. നിഷ പയ്യെ കിടക്കാനുള്ള പരിപാടിയാണ്. ഇത് സ്ലീപ്പിംഗ് ബാഗൊക്കെ എടുത്ത് പയ്യെ നൂർത്തി ഇടുന്നുണ്ട്. ഓക്കെ, ഞാനും പയ്യെ ചാടി കയറി ടെൻറ്റിൻ്റെ അകത്ത് കയറി. പുറത്ത് നല്ല തണുപ്പുണ്ട്. മഴയായിരുന്നു ഇത്രയും നേരം, നല്ല മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ തുറന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വരെ മഴ. പൊടപൊടോന്ന് പടുതായിലേക്ക് വെള്ളം വീഴണേ, ഭയങ്കര സൗണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ ശാന്തമായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. നേരെ സമയമുണ്ടല്ലോ. ഇതാ പോണെന്ത്. സമയം 12:13.
തീ കത്തില്ലായിരുന്നു, അതുകൊണ്ട് വൈകിയതാ. അതെ, പിന്നെ പണിയുണ്ടായിരുന്നു. നല്ലപോലെ പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് മീൻ കറി വയ്ക്കാനൊന്നും മേടിച്ചോണ്ടല്ലോ തന്നെ. അതുകൊണ്ട് ഇന്ന് വൈകി മീൻ പിടിച്ച് വരാനുള്ള ഒരു താമസം വന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം ഉറങ്ങണം. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് മീൻ പിടിക്കാൻ പോകണം. വീണ്ടും മീൻ എങ്ങനെ പിടിക്കാൻ പറ്റുമെന്നൊക്കെ നാളെ കണ്ടറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഹൈപ്പും ചെയ്യണം. പിന്നെ കുറച്ച് പേര്, ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ട് 13. 14 വരെ ഇപ്പോൾ നിലവിൽ ഇട്ടിട്ടുണ്ട്. ഇത് 15ാമത്തെ പാർട്ടാണ്. അപ്പോൾ അവരുടെ പേരൊന്ന് പറയാം കേട്ടോ. 2-3 ബർത്ത്ഡേകളാണ്. 18-ാം തീയതി ബർത്ത്ഡേ ആകുന്ന ഷിനി ജോസ് ആമാട്. അതെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഷിനി. പിന്നെ കാസർഗോഡ് ഉപ്പളയിലുള്ള സാത്വി മോളുടെ ബർത്ത്ഡേ ആണ് 26-ാം തീയതി. ഹാപ്പി ബർത്ത്ഡേ സാത്വി. പിന്നെ ജൂലൈ 20-ാം തീയതി മലപ്പുറം കരുവാക്കുണ്ട് മുർഷീദിന്റെ ഉമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഉമ്മ. 16-ാം തീയതി ശ്യാം സാഗറിന്റെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടില്ല ചേട്ടൻ. ഹാപ്പി ബർത്ത്ഡേ പറയണമെന്ന് പറഞ്ഞോളൂ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇനി ഒരു 5-6 പേരുടെ ഹായ് പറച്ചിലുണ്ട് കേട്ടോ. 13-ാം പാർട്ടിലെ മൊത്തം ഞാൻ എഴുതില്ല, കുറച്ച് തിരക്കായി പോകൊണ്ട് കുറച്ച് പേർക്കടെ എഴുതിയവർക്കൂടെ വായിക്കാം. ബാക്കി ഞാൻ അടുത്ത പാർട്ടി വായിച്ചോളാം. സബിൻ ഷാജു, ലഘു, കോവളം പ്രേംകുമാർ, ചീച്ചാപ്പു, ആച്ചിപ്പു, അജു, പിജു, സംസു സൗദിയിൽ നിന്നാണ്. വിഷ്ണു, ഉഷ, ആയുഷ് ആറ്റിങ്ങൽ, ഷിജി, ശോഭ, പ്രദീപ് കാസർഗോഡ്, സഫ്ന, സലാം, സുചിത്ര, മുകേഷ് കാളിക്കാവ്, സുജ കട്ടച്ചിറ, ലൈല മുഹമ്മദ്, ജ്യോതിർ ഷെറിൻ കൊന്നത്തടി, ഗീത അജയൻ തൃശൂർ, ജാനിക്കുട്ടി, നിതിൻ കൃഷ്ണ, നിവേദിത വസുദേവ്, അമ്പിളി അനിൽ ഇടുക്കി, വൈശാഖ് കിളിമാനൂർ, അൻവർ ദമാം, റഷീദ് ദമാം, സീമ സതീഷ് കൊല്ലം, ദീപ ബിജു പതിപ്പള്ളി, പിന്നെ ഒരു ബിജു. ഇത്രയും പേർക്കടെ എഴുതിയുള്ളൂ. ബാക്കി എല്ലാവർക്കും ബീഫായിട്ടോ. ബാക്കി എല്ലാവർക്കും അടുത്ത എപ്പിസോഡ്. പിന്നെ ഒരു സ്പെഷ്യൽ ഹായ് ഉണ്ട്. കുറേ നാളായിട്ട് പറയുന്ന മഹി വേൾഡ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓണർ മഹിമ പത്തനംതിട്ട. ഹായ് കേട്ടോ. ഹായ് മഹിമ. ഇത്രയും പേരുടെ പേരേ ഉള്ളൂ പറയാനുള്ളത് നിലവിൽ. ഇനി പയ്യെ കുറച്ച് നേരം കിടക്കണം, ഉറങ്ങണം. പാതിരാത്രി 1 മണി ആകാറായി. ഇപ്പോൾ കിടന്നാലേ 8-9 മണി ആകുമ്പോഴത്തേക്ക് എങ്കിലും എഴുന്നേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ ടീക്കെ. വാവ്, നേരം പരപരാ വെളുത്തു. നിഷേ
ഗുഡ് മോർണിംഗ്. നിഷ നല്ല ഉറക്കമാണ്. പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രാവിലെ കാണുന്നത് പുഴ ഒഴുകുന്നതാണ്. വലിയ ദൃശ്യഭംഗിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങളങ്ങനെ ഒരു ദിവസം ആരംഭിക്കുന്നു. പുതിയൊരു ദിവസം, പുതിയൊരു പ്രഭാതം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കട്ടൻ ചായയും വെച്ച്. നിഷ അവിടെ കുത്തിയിരുന്ന് കട്ടൻ ചായ വെക്കുന്നുണ്ട്. ആ, കട്ടൻ ചായ റെഡി. രാവിലെ കുടിക്കാനുള്ള കട്ടൻ ചായ. രാവിലെ അടിപൊളി സ്ഥലത്തിരുന്ന കട്ടൻ ചായയൊക്കെ കൂടി. പിന്നെ പുതിയൊരു സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും കുക്കിങ്ങിനും ഫിഷിങ്ങിനും എല്ലാം ഒരു തപ്പൽ പോലെ ആയിരുന്നു കേട്ടോ. പുതിയ സ്ഥലമായതുകൊണ്ടാണ്. അതിൻ്റെ ക്ഷീണം ഇന്നങ്ങ് മറിക്കോളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ടൈപ്പൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ടീക്കെ.